ഇന്നൊരു നാളികേര ചട്നി ഉണ്ടാക്കാനാണ്. നാളികേരം ചെരുകുമ്പോൾ അരുത്തുനിന്ന് ആദ്യം ചെരുകിയെടുക്കണം. നടുവെന്ന് ആദ്യം ചെരുകാൻ പാടില്ല. ചിലവർ ചെയ്യണതാണ് നടുവെന്ന് ആദ്യം ചെരുകും. അപ്പോൾ അരു കണ്ട് ഇങ്ങനെ ചെരുകിയെടുക്കുക. കണ്ട അതുപോലെ വേണം ചെരുകാൻ. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പിന്നെ എളുപ്പമാണ്. പച്ചമുളക് എടുക്കുമ്പോൾ നല്ല മൂത്ത മുളകായിരിക്കണം. ഒന്ന് പൊട്ടിച്ച് മണടിപ്പിച്ച് നോക്കിയാൽ കുറച്ച് മൂപ്പ് മനസ്സിലാക്കാൻ പറ്റും. ഈ നെയ് മുളകുണ്ട് ഒരു മണമുള്ളത്, അതാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല. പച്ചമുളകിൻ്റെ ഗുണം പോലെ ഇരിക്കും ചട്നിയുടെ ടേസ്റ്റ്. ചില സമയത്തൊരു മുളക് കരിപ്പച്ച കളറിലൊരു മുളക് കിട്ടും. അത് ചട്നിക്ക് അരച്ചാൽ കൊള്ളില്ല, കാണാൻ നല്ല ഭംഗിയാണ്. ഈ നാളികേരം അരച്ചെടുക്കാം. നാളികേരം കുറച്ച് അരയണം, വെണ്ണ പോലെ ആക്കണ്ടെന്ന് മാത്രം. ഇതിൽ 2 ചുവന്നുള്ളി വേണമെങ്കിൽ ഇടാം, ടേസ്റ്റ് കൂടും. ഇതുപോലെ ആയിരിക്കണം അരവ്. അതുപോലെ തന്നെ ഇഡ്ഡലിക്ക് മാവ് ഒഴിക്കുമ്പോൾ ഒരു തട്ട് ആദ്യം വെച്ചിട്ട് അതിൽ ഇഡ്ഡലി മാവ് കോരി ഒഴിക്കുക. എന്നിട്ടത് മൂടി വെച്ചിട്ട് ആവി കയറി പൊന്തി വരുമ്പോൾ രണ്ടാമത്തെ തട്ട് വെച്ചിട്ട് ഒഴിക്കുക. ഇനിയിപ്പോൾ ഈ ചട്നിക്ക് അരച്ചത് ആദ്യം ഒന്ന് ചീഞ്ചട്ടിയിൽ വെച്ചൊന്ന് ചൂടാക്കുക. തിളപ്പിക്കൊന്നും വേണ്ട. എന്നിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല ചൂടായിന്ന് കാണുമ്പോൾ അത് മാറ്റി വയ്ക്കുക. ഇപ്പോൾ നമുക്ക് വേറെ ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടുമ്പോൾ വേപ്പിലയും മുളകൊക്കെ ഇട്ട് അത് കഴിയുമ്പോൾ ഒരു മിനുസം കാശ്മീരി മുളക് പൊടി എല്ലാം ഇടുക. ഇനി നമ്മൾ ചൂടാക്കി ഇറക്കി വെച്ച ചട്നിയിലേക്ക് ഇതതിൽ ഒഴിക്കുക. അപ്പോൾ നല്ല സൂപ്പർ ചട്നി, കാണാനും ഭംഗി. ഇപ്പോൾ ആദ്യത്തെ പൊന്തി കഴിഞ്ഞു, ഇനി രണ്ടാമത്തെ തട്ട് വയ്ക്കുക. ഇതേപോലെ തന്നെ കോരി ഒഴിക്കുക, മൂടി വയ്ക്കുക. അങ്ങനെ ഇനി മൂന്നാമത്തെ തട്ടുണ്ടെങ്കിൽ അപ്പോഴും ആവി വന്നിട്ട് ഒഴിക്കുക. അങ്ങനെയാകുമ്പോൾ ഇഡ്ഡലി നല്ല ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ ആവി വെള്ളം വീണ് ഇഡ്ഡലിയുമ്പോൾ ഒരേ കുഴി ഉണ്ടാവും. ഇഡ്ഡലിയൊക്കെ വെന്ത് ഇനി വെള്ളം തെളിച്ച് ഒന്ന് ചൂടാറിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ അത് ഇഡ്ഡലി തട്ടിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഞങ്ങളുടെ ചട്നി, വെള്ളച്ചട്നി, ഗ്രീൻ പീസ് കറി, പഴം പുഴുങ്ങി വെച്ചത്, പിന്നെ ഇഡ്ഡലി, നല്ല സോഫ്റ്റ് ഇഡ്ഡലി, സൂപ്പർ ഇഡ്ഡലിയാണ്. അരി മുഴുന്നും അളവ് പാകത്തിന് എടുക്കുകയാണെങ്കിൽ സോഫ്റ്റ് ഇഡ്ഡലി ആവും. റേഷൻ്റെ അരി തന്നെ എടുത്താലും നല്ല ഇഡ്ഡലി ആയിരിക്കും. റേഷൻ അരി തന്നെ എടുക്കുമ്പോൾ ഇഡ്ഡലി മാവിന് ഇത്തിരി കട്ടി വേണം. പിന്നെ പൊന്നിയരി ഉണ്ട്, പിന്നെ ഇഡ്ഡലി അരി ഉണ്ട് വെള്ളയായിട്ട്. അതും പച്ചരിയൊക്കെ എടുക്കുകയാണെങ്കിൽ ഇത്തിരി കട്ടി കുറച്ചെടുക്കാം. അങ്ങനെ ആകുമ്പോൾ ഇഡ്ഡലി നല്ല സ്മൂത്തായിട്ടിരിക്കും. മിക്സിയിലാട്ടുമ്പോൾ ഇത്തിരി ഉഴുന്ന് കൂടുതലിടണം. ഗ്രൈൻഡറിലാട്ടുകയാണെങ്കിൽ 5 നാഴിക്ക് നാഴി ഉഴുന്ന വേണ്ടോ. സൂപ്പർ, എല്ലാവരും ട്രൈ ചെയ്യണം.